എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം 17 വയസ്സായ ഒരു പെൺകുട്ടിയും അതുപോലെ തന്നെ 38 വയസ്സായ ഒരു ചെറുപ്പക്കാരനും ട്രെയിനിന്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആലപ്പുഴ ജില്ലയിലെ കരുവാറ്റ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്. കരുവാറ്റ ഈ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ അധികം ഈ ട്രെയിനുകളൊന്നും നിർത്തുന്ന ഒരു സ്റ്റേഷൻ അല്ല അത്. എപ്പോഴെങ്കിലും ഗുഡ്സിന്റെ ഏതെങ്കിലും ട്രെയിൻ പോകുമോ അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമാണ് ഒരു സ്റ്റോപ്പ് ഉള്ളത്. അധികം ആരും ഇവിടെ ട്രെയിൻ കയറാനൊന്നും നിൽക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന ആൾക്കാരെ ഒന്നും വല്ലാണ്ട് ആരും ശ്രദ്ധിക്കത്തില്ല. ആളൊഴിഞ്ഞൊരു കോർണർ സ്ഥലമാണ് ഇത്. ഈ ആളൊഴിഞ്ഞ സ്ഥലത്തേക്കാണ് ഈ ശ്രീജിത്ത് എന്ന പേരുള്ള 38 വയസ്സുള്ള യുവാവും അതുപോലെ 17 വയസ്സ് മാത്രം പ്രായമുള്ള ദേവിക എന്ന പെൺകുട്ടി, +2 വരെ പഠിച്ചൊരു പെൺകുട്ടിയാണിത്. ഈ പെൺകുട്ടിയും കൂട്ടിക്കൊണ്ട് കൂട്ടുകാരന്റെ ബൈക്കും കടമെടുത്തിട്ടാണ് ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന ആള് ഈ പെൺകുട്ടിയും കൂട്ടി ഈ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തുന്നത്. ഈ പറയുന്ന ശ്രീജിത്തിന്റെ ഭാര്യയായിട്ടുള്ള രാഖിയുടെ വീടിന്റെ അടുത്തുള്ള അയൽവാസി കുട്ടിയാണ് ഈ ദേവിക എന്ന് പറയുന്ന പെൺകുച്ച്. 5 വയസ്സ് പ്രായമുള്ള സമയത്ത് മുതൽ ഈ ശ്രീജിത്തിനെ, ഈ കുഞ്ഞിനെ അറിയാം. ഈ കുഞ്ഞിനെയൊക്കെ എടുത്തിട്ട് നടന്നിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന ശ്രീജിത്ത്. 2013 ശ്രീജിത്തിന്റെ കല്യാണം രാഖിയുമായിട്ട് കഴിഞ്ഞതാണ്. മാത്രമല്ല ശ്രീജിത്തിന്റെ രാഖിയുടെ പ്രണയ വിവാഹം കൂടിയായിരുന്നു. എന്നിട്ടാണ് ഈ വെറും 17 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഇയാൾക്ക് സ്നേഹവും പ്രേമവും ഒക്കെ തോന്നിയത്. മാത്രമല്ല ഈ പെൺകുട്ടി തീരെ മോശമൊന്നുമല്ല. അവൾക്കും 16-17 വയസ്സുണ്ടല്ലോ. എന്നിട്ട് തിരിച്ചറിയാൻ വയ്യാണ്ട് ഇത്രയും സംഭവങ്ങളെല്ലാം ഈ ലോകത്ത് നടന്നിട്ട് പോലും ഇത് തെറ്റാണ്, സ്വന്തം അച്ഛന്റെ പ്രായമുണ്ട്, നേരെ ചൊവ്വ ഇവനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ 17 വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടാവേണ്ട പ്രായമുണ്ട്. എന്നിട്ടും ഇവർ രണ്ടുപേരും അറിഞ്ഞു വെച്ച് തെറ്റ് ചെയ്തു എന്നേ പറയാൻ പറ്റുള്ളൂ. എങ്ങനെയെങ്കിലും ഈ ദേവിക എന്ന് പറയുന്ന കുട്ടിക്ക് ഇങ്ങനെ ഒരു തെറ്റായ ഇഷ്ടം തോന്നിയാൽ പോലും തിരുത്താനുള്ള കഴിവും പ്രായവും ഉണ്ട് ഈ ശ്രീജിത്തിന്. എന്നിട്ടും അയാൾ അതിന് തയ്യാറായില്ല എന്ന് മാത്രമല്ല, ആ സ്നേഹവും പ്രേമവും ഇയാൾ മുതലെടുക്കുകയും ചെയ്തു. ഈ 16 വയസ്സുള്ള കൊച്ചിന്റെ കാര്യം പോട്ടെ, അതിന് പിന്നെ വിവരവും ഇല്ല, അതിന് പ്രായവും പക്വതയൊന്നും ഇല്ലെന്ന് വിചാരിക്കാം. ഈ 38 വയസ്സുള്ള 2 മക്കളുള്ള ഈ കിളവനൊക്കെ എന്തോത്തിന്റെ കേടാ. ഈ പൊടി കുഞ്ഞിന്റെ പുറകെയാണോ നീയൊക്കെ നടക്കേണ്ടത്? ഇങ്ങനെയുള്ള കുറേ ഉളകളുണ്ട്. ഇവനിപ്പോ ചത്തുപോയി, ചത്തത് നന്നായി ഉള്ളൂ എന്ന് ഞാൻ പറയത്തുള്ളൂ. ഇവനൊക്കെ ചാവണ്ടവൻ തന്നെയാണ്. പക്ഷെ ഇങ്ങനെയുള്ള കുറേ കിളവന്മാരുണ്ട് ഈ പൊടി പിള്ളേരെ നോക്കിയിട്ട് അവരുടെ പുറകെ ചിങ്കരിച്ച് നടക്കുന്നത്. ഈ കിളവന്മാർക്ക് പറ്റിയ ഏതെങ്കിലും കിളവികളെ പോയി കെട്ടിയാൽ പോരെ, അല്ലെങ്കിൽ അവരെ പുറകെ അടുക്ക്. ഈ 8 മൂട്ടും തിരിയാത്ത, ഈ മുട്ടയും തിരിയാത്ത ഈ കൊച്ചു പിള്ളേരെ, ഇവർക്ക് എന്തോരം ജീവിതം കിടക്കുന്നുണ്ട്. നിനക്കൊക്കെ ചാവണമെങ്കിൽ നീ തന്നെ പോയി ചാവുക. ആ കൊച്ചു എവിടെയെങ്കിലും ജീവിച്ചോളൂല്ലായിരുന്നോ? അപ്പോൾ ഇങ്ങനെയുള്ള ഇവനോ തട്ടിപ്പോയി. ഞാൻ ഇനി ചാവാത്ത കുറേ കിളവന്മാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞു തന്നത്. ഇനി മേലാക്കി ഇങ്ങനത്തുള്ള ന്യൂസ് വരാണ്ടിരിക്കാനാണ്. ഇങ്ങനെ ആയി തീരും ഇങ്ങനെയുള്ള കിളവന്മാരെ പ്രേമിച്ച. ഇനിയിപ്പോൾ ഈ കിളവന്മാരെ ആരിലും പ്രേമിക്കുന്ന പിള്ളേരുണ്ട്, ബുദ്ധിയില്ലാത്ത ഏതെങ്കിലും പിള്ളേർ എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് മക്കളെ നിങ്ങൾ ഈ സമയത്തൊന്ന് തിരുത്തുക, വേറെ ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് സ്വബോധത്തിലോട്ട് ഈ ഒരു ഉലകത്തിലോട്ട് വരാം. സ്വപ്ന ജീവിതമല്ല ജീവിതം എന്ന് പറഞ്ഞാൽ, അല്ലാത്തൊരു സാധാരണ ഒരു ജീവിതമാണ്. നമ്മൾ ഈ സ്വപ്നം കണ്ട അങ്ങനെ ഇങ്ങനെയെന്ന് വിചാരിക്കുമ്പോൾ എല്ലാവരും പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയാണ്. മാത്രമല്ല എനിക്ക് പിന്നെ ശ്രീജിത്തിൻ്റെ മക്കൾ ഇനി ജീവിച്ചിരിക്കണം. എനിക്ക് അവരോട് പറയാനുള്ളത്, ഇങ്ങനത്തുള്ള തട്ടിപ്പോകുന്നതാണ് മക്കളെ നല്ലത്. ഇവൻ ഇത്രയും നേരത്തെ ചത്തുപോയത് ചിലപ്പോൾ നിങ്ങളുടെ ഭാഗ്യം കൊണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരു തന്തമാരുണ്ടായിട്ട് എന്താ കാര്യം? നിങ്ങളെ വിചാരം ഉണ്ടായിരുന്നെങ്കിൽ, ഇച്ചിരിയെങ്കിലും ആ കുട്ടികളെ കുറിച്ചൊരു വിചാരം ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ ഇങ്ങനെയൊന്നും നടക്കത്തില്ല. കുഞ്ഞുങ്ങളെ നോക്കണം, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് വേറെ ആരുമില്ല എന്നൊക്കെയുള്ളൊരു തുള്ളി വിചാരമുള്ള ഒരുത്തനും ഈ പണിക്കൊന്നും പോകത്തില്ലെന്നേ. പറയുമ്പോൾ മരിച്ചവരെ കുറിച്ച് നമ്മൾ കുറ്റം പറയാൻ പാടില്ല എന്നൊക്കെയാണ്. എന്നാലും ഈ പ്രണയം ദീർഘനാളായിട്ട് ഈ നാടകം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്രീജിത്തിന്റെ പ്രണയം ഭാര്യയായിട്ടുള്ള രാഖി വീട്ടിൽ പൊക്കി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ദേവികയുടെ വീട്ടിൽ അറിയിക്കുകയും പോലീസ് കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്തതാണ്. ദേവികയുടെ വീട്ടുകാരും അതുപോലെ തന്നെ ഈ പറയുന്ന ഭാര്യയായിട്ടുള്ള ശ്രീജിത്തിന്റെ ഭാര്യയായിട്ടുള്ള ഈ രാഖിയും എല്ലാം ഇതിനെ നഖശികാന്തം എതിർക്കുകയും ഇവരെ ഇനി ഒരിക്കലും ഫോൺ ചെയ്യരുതെന്നും പരസ്പരം ബന്ധപ്പെടരുതെന്നും എല്ലാം താക്കീതും എല്ലാം കൊടുത്ത് പരസ്പരം അകറ്റി നിന്നിട്ടുള്ളതാണ്. എന്നിരുന്നാൽ പോലും ഇവർ പരസ്പരം എപ്പോഴും നിരന്തരമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും വിളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. പല സ്ഥലത്ത് വെച്ച് ഇവർ തമ്മിൽ കാണും, ഇവരെ പ്രണയബന്ധമെല്ലാം വീണ്ടും വീട്ടുകാർക്കും പോലീസുകാർക്കും ഇതിൽ കൂടുതൽ എന്താ ഇനി ചെയ്യാൻ പറ്റുക? ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാനല്ലേ പറ്റത്തുള്ളൂ. ഇങ്ങനെ പ്രേമ രോഗമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? 16 വയസ്സുള്ള പെൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞാൽ അവൾക്കും മനസ്സിലാവത്തില്ല. 38 വയസ്സായോ ഈ 2 മക്കളുള്ള തന്തയുടെ അടുത്ത് പറഞ്ഞാൽ അയാൾക്കും മനസ്സിലാവില്ല. പിന്നെ എന്താണ് പോലീസോ അല്ലെങ്കിൽ ഇവിടെയുള്ള നിയമമോ അല്ലെങ്കിൽ ഈ പറയുന്ന അച്ഛനമ്മമാരും ഒക്കെ ചെയ്യുന്നത്? നമ്മുടെ മക്കളുടെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കാനല്ലേ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ 2 പേരും ക്ഷണിച്ചു വരുത്തിയതാണ് മരണം. അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇതിനകത്ത്. വീട്ടുകാരെല്ലാം അറിഞ്ഞ് നാട്ടുകാരും എല്ലാം അറിഞ്ഞ് ഇനി പരസ്പരം ഇവരോട് കാണരുതെന്നും മിണ്ടരുതെന്നും എല്ലാം പറഞ്ഞ് വിലക്കി നിർത്തിയോടത്തിൽ ഈ ശ്രീജിത്തിന്റെ ഭാര്യയൊക്കെ പിണങ്ങി അവർ വേറെയായിട്ട് മാറി താമസിക്കുമായിരുന്നു. ശ്രീജിത്ത് ഇപ്പൊ തനിച്ചാവ് തോന്നുന്നു താമസിക്കുന്നത്. എന്നാൽ ഈ പെൺകുട്ടീനെ വീട്ടിൽ നിന്ന് അധികം പുറത്തൊന്നും വിടാത്തയാണ്.
എന്നാൽ ഈ പെൺകുട്ടി അന്നേ ദിവസം എന്ത് പറഞ്ഞു, ഷാമ്പു തീർന്നു പോയി വാങ്ങിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി തന്നെ പുറത്തോട്ട് പോവുകയാണ്. പോയത് ഈ ശ്രീജിത്തിന്റെ കൂടെയാണ്. ബൈക്കിൽ കയറി നേരെ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുന്നു. അവിടെ വെച്ച് കരയും പിഴിയും ഒക്കെ ചെയ്ത് ഒരുപാട് നേരം നാടകമൊക്കെ കളിച്ചതിന് ശേഷം ഒരു ട്രെയിൻ വരുന്നു. അതിനകത്തേക്ക് ചെരുപ്പ് ഊരിയതിന് ശേഷം എടുത്ത് ചാടാൻ വേണ്ടി നിൽക്കുന്നു. അപ്പോൾ അവിടുത്തെ ആ റെയിൽവേ സ്റ്റേഷനിലെ സെക്യൂരിറ്റി ആയിട്ടുള്ള ആൾ ഇത് കാണുവാണ്. കുറേ നേരം വിളിച്ചു പോയിന്നാ പറഞ്ഞത്, എടുത്ത് ചാടരുത്, എടുത്ത് ചാടല്ലേ എന്ന് പറഞ്ഞ് ഓടി അയാൾ വരുമ്പോഴത്തേക്കും ഈ ശ്രീജിത്തും ദേവിയും കൂടി ട്രെയിനിന് മുമ്പിലോട്ട് ചാടി ചത്തു. അല്ലാതെ പിന്നെ എന്താണ് മക്കളെ നമ്മൾ പറയുക? ചത്തൂന്നേ പറയാൻ പറ്റുള്ളൂ. എന്ത് മരണമാണ്! എത്ര കാലം ജീവിക്കേണ്ട ഒരു പെൺകുട്ടിയാണത്. തീരെ അറിവില്ലേ? ഒരു കുഞ്ഞു കുട്ടിയാണോ, ഒരു കുഞ്ഞ് കുഞ്ഞാണോ? നമ്മൾ മുല കൊടുക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ. ഇതിനൊക്കെ 10-17 വയസ്സില്ലേ? 17 വയസ്സുള്ള ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഒരു 30 വയസ്സിൻ്റെ കയ്യിൽ പക്വത ഉണ്ടാവും അവർക്ക്. ഏതാണ് തെറ്റ്, ഏതാണ് ശരി എന്നൊക്കെ അറിയായിരിക്കും. ഈ 5 വയസ്സിൽ ഇവൻ എടുത്തുകൊണ്ട് നടന്ന ഒരു പെൺകൊച്ചാണ് അതിന്. അപ്പം അന്ന് തൊട്ടേ ചിലപ്പോൾ ഇവൻ ഈ കുഞ്ഞിനെ യൂസ് ചെയ്യുന്നുണ്ടാവും, ഏതിലൊക്കെ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ പെട്ടെന്നൊരു പ്രണയമൊന്നും പൊട്ടിമുളക്കത്തില്ല. ഈ പ്രായത്തിൽ പ്രണയം എന്താണ്, ഇതുപോലെ ഉപയോഗിക്കുന്നത് എന്താണെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല ഈ കുട്ടികൾക്ക്. നേരത്തെ ഇതുപോലത്തെ ഒരു നമ്മൾ പറഞ്ഞിരുന്നു. ഒരു കുട്ടി ഇതുപോലെ തന്നെ ഒരു 10-40 വയസ്സായ ഒരുത്തൻ്റെ കൂടെ രാത്രി എണിച്ച് പോയിട്ട്, എല്ലാവരും കിടന്ന് ഉറങ്ങുന്നിടത്തിൽ രാത്രി എണിച്ച് പോയി ഒരു കാടിൻ്റെ നടുക്ക് പോയിട്ട് തൂങ്ങി മരിച്ച്, 2 പേര് തൂങ്ങി മരിച്ച് 2-3 ദിവസം കഴിഞ്ഞാണ് കണ്ടു കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു വീഡിയോ കണ്ടിരുന്നില്ലേ? അങ്ങനെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. കുറച്ച് നാളായിട്ടുള്ളൂ, എനിക്ക് 2-3 മാസമേ ആയിട്ടുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വാർത്തകൾ വരുന്നുണ്ട്. എന്നിട്ടും അവിടെ എല്ലാം ഇവിടെ ഘോരം പ്രസംഗിച്ചു കൊടുക്കുകയാണ്, ഇങ്ങനെ ചെയ്യരുത്, ഇതിൻ്റെ അന്ത്യം ഇങ്ങനെയാണ്. ഒന്നല്ലെങ്കിൽ 40 വയസ്സുള്ള 2ാം കെട്ടുകാരനെയാണോ കിട്ടിയുള്ളൂ എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ? ഈ പെൺകുച്ചിന് എന്തിൻ്റെ ഒരു കുറവാണ്? അതിന് സൗന്ദര്യത്തിൻ്റെ കുറവുണ്ടോ? അതല്ലെങ്കിൽ +2 പഠിക്കുന്ന കുട്ടിയാണ്, അതിന് തുടർന്ന് പഠിച്ചുകൂടെ? എന്തോരം ഭാവിയുണ്ട്. ചിലപ്പോൾ നാളെ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ എഞ്ചിനീയറോ അല്ലെങ്കിൽ ടീച്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മനുഷ്യൻ, നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാനെങ്കിലുള്ള യോഗം ആ കുട്ടിക്ക് ഉണ്ടാവേണ്ടേ അല്ലായിരുന്നോ? പെട്ടെന്ന് ഈ കുട്ടിയുടെ ഒരു എടുത്തുചാട്ടം വീട്ടുകാർ പറഞ്ഞാൽ ഈ പ്രായം അതായിരിക്കാം, 10-17 വയസ്സെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കാം. പക്ഷെ ഇങ്ങനത്തെ ഒരു കുന്തളിപ്പ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാം. ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷൻ ഉണ്ട് ഇങ്ങനത്തെ ഒരു കുന്തളിപ്പ്. നമ്മൾ ഇത്ര കാലം ജീവിച്ച് വന്ന ആൾക്കാർ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവർ പറയും തള്ളവൈബാണ്, തന്തവൈബാണ്. നിങ്ങളാരായി ഞങ്ങളെ ഉപദേശിക്കാൻ? നിങ്ങൾ ഈ പ്രായത്തിൽ അതിലും വലിയ മതിൽ അടി വന്നതല്ലേ? അങ്ങനെയൊക്കെ പറയുന്ന പിള്ളേരെ നമുക്കൊന്നും അവരുടെ അടുത്ത് ഉപദേശിച്ച് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ പറയുവാണ്, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്രേമം ഉണ്ടെങ്കിൽ അതൊന്നും പ്രേമമല്ല മക്കളെ. നിങ്ങൾ ആ 10-17 വയസ്സിൻ്റെ അറിവില്ലായ്മയാണ്, അതൊരു കുട്ടിത്തരമാണ്, അതൊരു ഇൻഫാക്റ്റുവേഷനാണ്. അത് മറന്നേക്കാം. ചിലപ്പോൾ ഈ 17 വയസ്സിൽ തോന്നുന്ന ഒരു ഇഷ്ടമോ പ്രണയം ഒന്നും അതിലൊരു 10, 22, 24 വയസ്സാകുമ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറും, ഇഷ്ടങ്ങൾ മാറും. അപ്പോൾ അതിനുവേണ്ടി അറ്റ്ലീസ്റ്റ് ഒരു 24 വയസ്സ് 25 വയസ്സ് നിങ്ങൾക്കൊരു ജോലി കിട്ടുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസം പൂർത്തിയാവുന്ന ഒരു സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യും നിങ്ങൾ. അല്ലാണ്ട് എടുത്ത് ചാടി ഞാൻ മരിക്കാൻ പോകണം, മരണമാണ് വലുത്. മരണമൊന്നും അല്ല മക്കളെ വലുത്, അല്ലെങ്കിൽ പ്രണയമൊന്നും അല്ല വലുത്. പ്രണയം പുഴുങ്ങി തിന്നാലൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. ഇപ്പം കുറേ പിള്ളേർ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഒളിച്ചു കൂടുക, 10ാം ക്ലാസ്സിലുള്ള പെണ്ണിനെ വിളിച്ചിട്ട് 17 വയസ്സുകാരനെ ഒളിച്ചു കൂടുക. അങ്ങനെയൊക്കെ ചെയ്ത് അവരുടെ വിചാരം എന്തുവാ? ജീവിതം അതാണെന്നാണോ? ഒളിച്ചോടി കല്യാണം കഴിക്കാനൊക്കെ ആർക്കാ പറ്റാത്തേ? എല്ലാവർക്കും പറ്റും. അതിനുശേഷം ഒരു ജീവിതം ഉണ്ട്. ഒളിച്ചോടി കല്യാണം കഴിച്ചു അവിടെ സ്റ്റോപ്പായി അവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? ആഹാരം കഴിക്കണ്ടേ, പണിക്ക് വേണ്ടേ? നിങ്ങൾക്ക് എന്ത് പണി അറിയാം? നിങ്ങൾക്ക് ആരോഗ്യമുണ്ടോ? ഒരു കൂലിപ്പണിക്ക് പോകാൻ, ഒരു മണ്ണ് വെട്ടാൻ പോകാൻ വേണ്ടി നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്? ഒരു കൊട്ട ചുമന്ന് നിങ്ങളുടെ തല്ലോട്ട് വെക്കാൻ പറ്റുമോ? ഈ പ്രായത്തിൽ നിങ്ങളങ്ങനെ അയ്യോ ഇങ്ങനെ ഒരു കല്യാണം കഴിച്ച് മണ്ണും ചുമന്നുകൊണ്ട് നടക്കുകയാണെന്ന് പറഞ്ഞ ആൾക്കാർ നിങ്ങളുടെ കൂട്ടുകാരുടെയൊക്കെ ഇടയിൽ നിങ്ങൾക്ക് നാണക്കേടല്ലേ? നിങ്ങളുടെ അതേ പ്രായത്തിലുള്ള പിള്ളേർ അവിടെ പഠിക്കുമല്ലായിരിക്കും. അപ്പോൾ അതും മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരു ജോലിയും കിട്ടത്തില്ല, ഒരു മണ്ണാങ്കട്ടയും കിട്ടത്തില്ല. മര്യാദക്ക് പോയി പഠിക്കാൻ വിട്ടാൽ പോയി പഠിക്കുക. പ്രണയമൊക്കെ ഉണ്ടാവും ഈ ഒരു പ്രായത്തിൽ. നമുക്ക് തോന്നുന്ന ഒരു ഇൻഫാക്റ്റുവേഷൻ ആണത്. അതിനും അച്ഛനമ്മമാരും കുറ്റക്കാരാണ്. തക്കതായ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകണമായിരുന്നു ഈ കുട്ടിയെ. തക്കതായ ഒരു കൗൺസിലിംഗ് നിങ്ങൾ കൊടുക്കണം. അപ്പം ചില അച്ഛനമ്മമാർ ഇങ്ങനത്തുള്ള കേസുകളൊക്കെ മറച്ചു വെച്ചുകൊണ്ടിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി അല്ലെങ്കിൽ വട്ടാണെന്ന് ആൾക്കാർ പറയൂ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇപ്പോഴത്തെ ആൾക്കാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആരും അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് പൊത്തി വയ്ക്കല്ല. ഇത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്താൽ അവർക്കും ചിലപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങളൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി പറയുവാണെങ്കിൽ ഈ കുട്ടിയും കൂട്ടി ചെല്ലുവാണെങ്കിൽ അവർ കറക്റ്റായിട്ട് ക്ലാസ്സൊക്കെ എടുത്ത് കൊടുത്ത് ആ കുട്ടിയെ മനസ്സിലാക്കി കൊടുക്കും. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തത് അവർക്കത് കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. ദയവായിട്ട് ഇങ്ങനെയുള്ള മൂഷാട്ടം പിടിച്ച പിള്ളേരുണ്ടെങ്കിൽ ഇങ്ങനത്തുള്ള അബദ്ധത്തിൽ പോയി ചാടുന്നതിന് മുമ്പും അച്ഛനമ്മമാർ ശ്രദ്ധിക്കുക. പിന്നെ പിള്ളേരോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഈ 40, 50, 70 വയസ്സായ ആൾക്കാരുടെ കൂടെ നിങ്ങൾ ഇറങ്ങി ഓടിച്ചാടിപ്പോയി മരിക്കുകയും അല്ലെങ്കിൽ ഇറങ്ങി ഓടിപ്പോയി കല്യാണം കഴിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ജീവിക്കാനല്ലേ നിങ്ങളിത് ചെയ്യുന്നത്? ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പൊട്ടത്തരം ഒന്നും ചെയ്യരുത്. എല്ലാത്തിനും ഒരു നമുക്കിടേതായ നമുക്ക് ചേരുന്നതായ ബന്ധങ്ങളെ പറ്റത്തുള്ളൂ. അതായത് 40, 50 ഈ 17 വയസ്സുകാരി ഒരു 50 വയസ്സാകുമ്പോഴത്തേക്ക് ഈ 50 വയസ്സുകാരൻ ഉണ്ടാവുമോ കൂടെ? നമ്മുടെ കൂടെ നമ്മുടെ ജീവിക്കാനല്ലേ, ജീവിതകാലം മൊത്തം നമ്മുടെ ഒരു പരിധിയിലും വരെ ഒരു 10 വയസ്സിൻ്റെ ഒരു പ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അത്രയും നാളെ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഒരു കൂട്ടുകാരനെ പോലെ ഒരാളെയാണ് ആവശ്യമെങ്കിൽ അങ്ങനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്.
പഠിക്കാൻ പറ്റുന്ന സമയത്ത് പഠിക്കാൻ പോവുക. ഇനിയിപ്പോൾ പ്രേമിക്കണം എന്ന് തോന്നിയാൽ പോലും ഇച്ചിരി ഒന്ന് വെയിറ്റ് ചെയ്യേ, ഇത്തിരി ഒന്ന് വെയിറ്റ് ചെയ്യേ. നിങ്ങളുടെ പ്രേമം ഇത്ര വലിയ ദിവ്യ പ്രണയമാണെങ്കിൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ ടാറ്റ.